ഇന്നൊക്കെ ഫുൾജാർ സോഡകളുടെ കാലമാണ്. ഈ ഫുൾജാർ സോഡ എന്ന് പറയുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ, നിങ്ങളെ മനസ്സിൻ്റെ കൺട്രോൾ നിങ്ങളെ കയ്യിൽ കിട്ടാത്തത് കൊണ്ട് നിങ്ങൾ കുറച്ച് ഓവറായിട്ട് തിന്നുപോയി. അതുകൊണ്ടാണല്ലോ ഫുൾജാർ സോഡയെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണത്. ഇതൊന്ന് എന്ത് സപ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, ഡൈജഷൻ ഫംഗ്ഷനിലേക്ക് കൊണ്ടുപോകാൻ. സ്വാഭാവിക ഡൈജഷൻ അല്ല അത്. ആമാശയത്തിൻ്റെ ഡൈജഷൻ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അവിടെ ഉണ്ട് അല്ലേ? ആ പണി ആമാശയം കൃത്യമായിട്ടാണ് എങ്കിൽ നിർവഹിക്കും. അപ്പോൾ നമ്മൾ തന്നെ ഫുൾജാർ കൊടുത്തിട്ട് അതിനെ സപ്രസ് ചെയ്യാൻ. എന്തിനാണത്? അപ്പോൾ കിഡ്നി പണിമുടക്കും, കരള് പണിമുടക്കും. ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ യുവാക്കൾക്കിടയിൽ ഈ റമദാൻ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു ആപ്പ് ഉണ്ട്. ഏതാറിയോ? മലപ്പുറം ജില്ലയിൽ 30 ദിവസവും മന്തി കിട്ടണ പള്ളികൾ. ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കി. മലപ്പുറം ജില്ലയിൽ 30 ദിവസവും ബിരിയാണി കിട്ടണ പള്ളികൾ. എന്താ ആ പള്ളിയുടെ ലിസ്റ്റൊക്കെ ഉണ്ട്. അത് തേടിപ്പോവാൻ ഒരു 30 ദിവസം ഒരാൾ നോമ്പ് തുറന്നിട്ട് ആ കാഞ്ഞ വയറ്റിലേക്ക് ഫുൾജാറിനെ പ്രതീക്ഷിച്ചിട്ട് ഒരു ഹൗസ് ഫുള്ള് മന്തി കഴിച്ചാലും ബിരിയാണി കഴിച്ചാലുള്ള അവസ്ഥ എന്താ അല്ലേ? ഇതൊക്കെ സ്വീകർത്താക്കൾ ഓരോ ദിവസവും വ്യത്യസ്തരാകണം എന്നാൽ വലിയ കുഴപ്പമില്ല. നമ്മളത് തേടിപ്പോവാൻ. അപ്പം അലി റളിയല്ലാഹുവിന് ആ കാലത്ത് ഈ ഫുൾജാറും ഇതൊന്നും ഇല്ലാത്ത ആപ്പൊന്നും ഇല്ലാത്ത കാലത്താണ് അലി റളിയല്ലാഹുവിന് പറഞ്ഞത്, ഇയ്യാക വൽ ബത്ന, നിന്നെയും നിന്റെ വയറിനെയും നീ സൂക്ഷിച്ചോ. എന്നിട്ട് ഇതിൻ്റെ 3 കാരണങ്ങളും പറഞ്ഞു. ഇപ്പൊ തോന്നാണ് അലി റളിയല്ലാഹു അൻഹു അത് ഇന്നത്തെ കാലത്ത് കണ്ട് പറഞ്ഞതാണോ? അള്ളാഹു നമുക്കൊക്കെ ബോധം നൽകി അനുഗ്രഹിക്കട്ടെ.